കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളോടെ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഡോട്ട്സ് അക്കാഡമിയുടെ Q&A സെഷൻ ഇവിടെ തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള ഹാസ് വൺ ദി 5th നാഷണൽ വാട്ടർ അവാർഡ്സ് 2023? സോ നാഷണൽ വാട്ടർ അവാർഡ്സിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2023 അതേപോലെ തന്നെ 5ാമത്തെ നാഷണൽ വാട്ടർ അവാർഡ്സ് ആണ്. കേരളത്തിലെ ഏത് പഞ്ചായത്തിനാണ് കിട്ടിയെന്നറിയാമോ? ഏത് പഞ്ചായത്തിനാണ്? പുല്ലമ്പാറ പഞ്ചായത്ത്. പുല്ലമ്പാറ പഞ്ചായത്ത് എവിടെയാണ് വരുന്നത്? തിരുവനന്തപുരം. സോ പുല്ലമ്പാറ പഞ്ചായത്ത് തിരുവനന്തപുരം. സോ കേരളത്തിലെ പഞ്ചായത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ വില്ലേജസിനും കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മേഘാലയയിലെ ക്ലീറൻഗ്ന എന്ന് പറയുന്നൊരു വില്ലേജ്, ദെൻ ഛത്തീസ്ഗഡിലെ മസുൽപനി വില്ലേജ്, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഹംപാപുരം. അപ്പോൾ ഇത്രയും വരുന്ന 4 സംസ്ഥാനങ്ങളിലെ വില്ലേജസിനാണ് കിട്ടിയിരിക്കുന്നത്. ജോയിൻറ്റ് വിന്നേഴ്സാണ്. സോ ദേ ടോട്ടലി 4 സ്റ്റേറ്റ് എന്നാണ് ജോയിൻറ്റ് വിന്നേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ നാഷണൽ വാട്ടർ അവാർഡ്സ് ശ്രദ്ധിക്കുക. അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ജൽ സമൃദ്ധി ഭാരത് ആണ് അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. What has replaced the sword in the newly commissioned statute of the Lady of Justice at the Supreme Court of India? സോ ലേഡി ഓഫ് ജസ്റ്റിസിൻ്റെ സോഡിനെ എന്തായിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? എന്ത് വെച്ചാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ്, ഭരണഘടന വെച്ചിട്ടാണ് അത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് റീപ്ലേസ്ഡ് ദി sword. So discarding the colonial past, the redesigned Lady Justice statue in the Supreme Court. So question is newly commissioned statute എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ട് അല്ല, സ്റ്റാച്യു ആണ്. ഓക്കെ, സോ ലേഡി ജസ്റ്റിസ് സ്റ്റാച്യു ഇൻ ദ സുപ്രീം കോർട്ട് റിമൂവ്ഡ് ദി ബ്ലൈൻഡ് ഫോൾഡ് ആൻഡ് റീപ്ലേസ് ദ സോഡ് വിത്ത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 2 കാര്യങ്ങളാണ്. നമുക്കറിയാം, കണ്ണ് കെട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ബ്ലൈൻഡ് ഫോൾഡ് അത് എടുത്തു മാറ്റി. അതുമാത്രവുമല്ല, കയ്യിലുണ്ടായിരുന്ന സോഡിന് പകരമായിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇപ്പം അതിന് പകരം കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ദിസ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ ഏത് ചീഫ് ജസ്റ്റിസിൻ്റെ സമയത്താണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തതെന്നും കൂടി ചോദ്യം വരാം. DY ചന്ദ്രചൂഡാണ്. ആൻഡ് ഇറ്റ് സിഗ്നിഫൈസ് ദ ജുഡീഷ്യറീസ് കമ്മിറ്റ്മെൻറ്റ് ടു ഇക്വാളിറ്റി അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. സോ ഇക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന, കമ്മിറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മാറ്റങ്ങൾ. 2 മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ബ്ലൈൻഡ് ഫോൾഡ് എടുത്ത് മാറ്റി, രണ്ടാമത്തെ കാര്യം സോഡിന് പകരം കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ന്യൂ അഡ്വാൻസ് റിസർവേഷൻ പീരിയഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ബുക്കിംഗ്സ് അനൗൺസ്ഡ് ബൈ ദ ഇന്ത്യൻ റെയിൽവേസ് ഇഫക്റ്റീവ് November 1st, 2024? സോ 2024 മുതൽ November 1st 2024 മുതൽ അഡ്വാൻസ് റിസർവേഷൻ പീരീഡിൽ ചെറിയ വ്യത്യാസം ഇന്ത്യൻ റെയിൽവേസ് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ദിവസത്തെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ എത്ര ദിവസം മുമ്പാണ് നമുക്ക് അഡ്വാൻസ് റിസർവേഷൻ ചെയ്യാൻ പറ്റുന്നത്? 60 ഡേയ്സ് മുമ്പാണ് ചെയ്യാൻ പറ്റുന്നത്. നിലവിൽ വരുന്നത് എപ്പോഴാണ്? November 1st, 2024. അതായത് നിലവിൽ വന്നു കഴിഞ്ഞു ഇല്ലേ? പാസഞ്ചേഴ്സ് ക്യാൻ റിസർവ് ട്രെയിൻ ടിക്കറ്റ് 60 days ബിഫോർ ഡിപ്പാച്ചർ. നേരത്തെ ഇത് എത്രയായിരുന്നു? 120 ദിവസമായിരുന്നു അല്ലേ? ഇരട്ടി ദിവസമായിരുന്നു. ഇപ്പോൾ പകുതിയാക്കി. 60 ഡേയ്സ് മുമ്പ് മാത്രമേ ഇനി ട്രെയിൻ ടിക്കറ്റ്സ് റിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the name of the campaign launched to address the rise in online scams and cyber frauds developed by Meta in collaboration with key government ministries? സോ മെറ്റയും അതേപോലെ തന്നെ കീ ഗവൺമെൻറ് മിനിസ്ട്രീസും കൂടി ചേർന്നിട്ട് ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ക്യാമ്പയിൻ്റെ ഉദ്ദേശം? ടു അഡ്രസ് ദ റൈസ് ഇൻ ഓൺലൈൻ സ്കാംസ് ആൻഡ് സൈബർ ഫ്രോഡ്സിനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. ആ ക്യാമ്പയിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. ഈ ക്യാമ്പയിൻ്റെ പേര് ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ കാര്യം? സ്കാം സേ ബച്ചോ അല്ലേ? സ്കാമിൽ നിന്ന് രക്ഷപ്പെടുക. സ്കാം സേ ബച്ചോ. സോ ദാറ്റ് ഈസ് എ നാഷണൽ യൂസർ അവയർനെസ് ക്യാമ്പയിൻ. ഇത് മെറ്റ ലോഞ്ച് ചെയ്തത് ഏതൊക്കെ മിനിസ്ട്രി ചേർന്നിട്ടാണെന്നുള്ളത് നോക്കിയേ. ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഉണ്ട്, ആൻഡ് ദെൻ മിനിസ്ട്രി ഓഫ് INB ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ആൻഡ് പിന്നെ വരുന്നത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ. സോ ഇത്രയും I4C ആണ് കേട്ടോ. സോ ഇത്രയും പേര് ചേർന്നിട്ടാണ്. സോ മിനിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ ഒരു കോർഡിനേഷൻ സെൻറ്ററും ഉണ്ട്. എത്ര മിനിസ്ട്രീസാണ് വരുന്നത്? 3 മിനിസ്ട്രീസ് വരുന്നുണ്ട്. ഓക്കെ, സോ MET വരുന്നുണ്ട്, MHA വരുന്നുണ്ട്, MIV വരുന്നുണ്ട്. സോ ഇത്രയും പേരും ആൻഡ് ക്രൈം കോർഡിനേഷൻ സെൻറ്ററും കൂടി ചേർന്നിട്ടാണ്. ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഓർക്കാൻ എളുപ്പം, സ്കാം സേ ബച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ന്യൂ നെയിം ഓഫ് ദ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റി?
മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്? രത്തൻ ടാറ്റ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി ടു ഓണർ ഇൻ ദി ഓണർ ഓഫ് ലേറ്റ് രത്തൻ ടാറ്റ. സോ രത്തൻ ടാറ്റയുടെ പേരിലാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഇനി അറിയപ്പെടുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൂ ഈസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ? ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. ഇദ്ദേഹം നേരത്തെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷേ അന്നേരം ജമ്മു ആൻഡ് കാശ്മീർ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഇന്നിപ്പം UT ആയിരിക്കെ അദ്ദേഹമാണ് ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ. സോ അത് ശ്രദ്ധിക്കുക. UT ആയിരിക്കെ, അതായത് ജമ്മു ആൻഡ് കാശ്മീർ UT ആയിരിക്കെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയ വ്യക്തി ഒമർ അബ്ദുള്ളയാണ്. സോ ഹീ ഈസ് ദ ഫസ്റ്റ് ടു അസ്യൂം assume office after the scrapping of Article 370. സോ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ചീഫ് മിനിസ്റ്റർ ആവുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമർ അബ്ദുള്ളയാണ്. അദ്ദേഹം രണ്ടാമത്തെ തവണ ചീഫ് മിനിസ്റ്റർ ആവുന്നത്. പക്ഷേ ആദ്യത്തെ തവണ അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് സോൺ ഇൻ ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന ഫോർ ദ സെക്കൻഡ് ടൈം? സോ ഹരിയാനയിലെ ചീഫ് മിനിസ്റ്റർ ആരാ എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. ഇതിപ്പോൾ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ സെക്കൻഡ് ടൈം ആരാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നായബ് സിംഗ് സൈനി. നായബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം രണ്ടാമത്തെ തവണയാണ് ചീഫ് മിനിസ്റ്റർ ആവുന്നത്. അതായത് മാർച്ച് 2024 ഇദ്ദേഹം CM ആയിരുന്നു. അദ്ദേഹം CM ആവാനുള്ള കാരണം അന്നത്തെ CM ആയ മനോഹർ ലാൽ ഖട്ടാർ അദ്ദേഹം രാജിവെച്ചു. ആ രാജിവെച്ചപ്പം സൈനി വാസ് മെയ്ഡ് CM. പിന്നെ അസംബ്ലി ഇലക്ഷൻസ് ഒക്ടോബർ 2024 നടന്നു. അതിനുശേഷം വീണ്ടും സൈനി എന്താണ് CM ആവുകയാണ്. സോ ദാറ്റ് ഈസ് ഹൗ സെക്കൻഡ് ടൈം CM അദ്ദേഹം ആവുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് നാഷണൽ പാർക്ക് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ഇന്ത്യാസ് സെക്കൻഡ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്? സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്ബാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് നാഷണൽ പാർക്കാണെന്ന് ഊഹിക്കാമോ? നമ്മൾ കുറേ നാഷണൽ പാർക്ക്സ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു. ഏതാണ് ആ നാഷണൽ പാർക്ക്? ഈ നാഷണൽ പാർക്ക് കാസിരംഗ നാഷണൽ പാർക്കാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹബ്ബാണ്. കാരണം ഓവർ 446 റെക്കോർഡഡ് സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ 446 റെക്കോർഡ് സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബട്ടർഫ്ലൈ സ്പീഷീസ്. നമ്മൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരുമല്ലോ, ഏതാണ് അപ്പോൾ ഫസ്റ്റ് എന്നുള്ളത്. സോ സെക്കൻഡ് ഓൺലി ടു നംദഫ. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി ഹബ്ബ് എന്ന് പറയുന്നത് നംദഫ നാഷണൽ പാർക്കാണ്. നംദഫ നാഷണൽ പാർക്ക് എവിടെ കിടക്കുന്ന? അരുണാചൽ പ്രദേശിലെ മറ്റ് സാങ്ച്വറീസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് നോക്കി വെക്കുക. Okay, so this milestone is the culmination of years of research led by Dr. Monsoon Jyoti Gogoi. Okay, so Monsoon Jyoti Gogoi എന്ന് പറയുന്ന കാസിരംഗയിലെ സയൻറ്റിസ്റ്റ് വർഷങ്ങളായിട്ട് ചെയ്ത ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് ഈ സെക്കൻഡ് ലാർജസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹബ്ബ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് സെലിബ്രേറ്റഡ് ദി മേര ഹൗ ചോങ്ബ ഫെസ്റ്റിവൽ റീസെൻ്റ്ലി? സോ മേര ഹൗ ചോങ്ബ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റാണ് സെലിബ്രേറ്റ് ചെയ്തത്? സ്റ്റേറ്റ് മണിപ്പൂരാണ്. ഓക്കെ, മണിപ്പൂരിൻ്റെ ഫെസ്റ്റിവലാണ് മേര ഹൗ ചോങ്ബ. ദാറ്റ് ഈസ് ആൻ ആനുവൽ കൾച്ചറൽ ഫെസ്റ്റിവൽ വിച്ച് എക്സംപ്ലിഫൈസ് ദ വൺനെസ് ആൻഡ് ബ്രദർഹുഡ് എമംഗ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് എത്നിക് കമ്മ്യൂണിറ്റീസ് ഓഫ് മണിപ്പൂർ. അപ്പം ഡിഫറെൻറ്റ് എത്നിക് കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ബ്രദർഹുഡാണ് ഇത് എക്സംപ്ലിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ 15th ലൂണാർ ഡേ ഓഫ് ദി മന്ത് ഓഫ് മേര. സോ മണിപ്പൂരിൽ അതായത് മേത്തി കലണ്ടറിൽ അവരുടെ കലണ്ടറിൽ മേര എന്ന് പറയുന്ന മന്തിലെ 15ാമത്തെ ലൂണാർ ഡേയിലാണിത് നടക്കുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മേര എന്ന് പറയുന്നത് മേത്തി കലണ്ടറിലെ ഒരു മാസമാണ്. ആൻഡ് 15th ലൂണാർ ഡേ ആണ് മേര ഹൗ ചോങ്പ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ആൻഡ് ഇതെവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മണിപ്പൂരിലാണ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, മണിപ്പൂർ ഒരു ഇഷ്യൂ ആണല്ലോ എപ്പോഴും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഓക്കെ, നമുക്കിനി ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റി ഇനോഗ്രേറ്റഡ് അറ്റ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്? സോ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഉള്ള ഒരു സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ് അതിൻ്റെ പേര്? പവനചിത്ര എന്നാണ് അതിൻ്റെ പേര്. സോ എന്താ പറയുന്നത്?
ഫസ്റ്റ് സെൽഫ് പവേർഡ് ആണ് ആൻഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ആണ്. സോ ഇന്ത്യാസ് ഫസ്റ്റ് എയർപോർട്ട് ബേസ്ഡ് സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റിയാണ്. ഓഫ് ഗ്രിഡ് എയർ ക്വാളിറ്റി മോണിറ്റർ ആണ്. ആൻഡ് ദിസ് ഇസ് പവേർഡ് ബൈ ഇൻഡിജീനസ് ഇൻഡോർ സോളാർ സെൽസ്. സോ ഇൻഡിജീനസ് തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്ത ഇൻഡോർ സോളാർ സെൽസ് ആണ്. ആൻഡ് ദിസ് ഇസ് ഡെവലപ്ഡ് ബൈ CSIR NIIST കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു ഓഫ് ഗ്രിഡ് ഇങ്ങനെയൊരു ഇൻഡോർ സോളാർ സെൽസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണോ? വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്